ഇന്ന് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പോവുകയും സങ്കടം വരുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയും ചെയ്യാം. അതിലും വലിയൊരു ആശ്വാസം എനിക്ക് വേറല്ല. വല്ലാതെ സങ്കടങ്ങളൊക്കെ വരും ചിലപ്പോൾ. ഒന്നും നേടിയെടുക്കാനുള്ള സങ്കടമല്ല, സമൂഹത്തിൽ നമ്മൾ ഇടപഴകി ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന പലതിനെയും നേരിടേണ്ടി വരും. നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ ഇറക്കി വെക്കേണ്ടി വരും. നേരത്തെ ജ്യോതിക പറഞ്ഞ പോലെ ഒന്ന് എന്നെ തൊടാൻ ആരെങ്കിലും ഉണ്ടായാൽ മതി എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ വളരെ നിർണായകമായ ഘട്ടത്തിൽ ഞാൻ എൻ്റെ ഉമ്മയുടെ മടിയിൽ തലവെച്ച് പോയി കിടന്നു. അച്ഛനും അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനൊക്കെ രസമായിരിക്കും, ഭയങ്കര രസമായിരിക്കും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ. വിട്ടുകൊടുക്കരുത്, അവരെ വേദനിക്കാൻ അനുവദിക്കരുത്, ഒരിക്കലും വേദനിക്കാൻ അനുവദിക്കരുത്. ആ ഒരു ശ്രദ്ധയാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്, ആ ഒരു നനവാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്. ഉമ്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിൽ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നാൽ കിട്ടുന്ന ഒരു സമാധാനവും പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു ആശ്വാസവും അതിനെ സംബന്ധിച്ചുള്ള ഒരു ഹൃദ്യമായ ഒരു ചിന്തയാണ് ഇന്ന് കേട്ടത്. നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും, നമുക്ക് വ്യക്തിപരമായിട്ട് പ്രയാസം അനുഭവിച്ചാലും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംഗതി ഉണ്ടെങ്കിലും നമ്മുടെ ഉമ്മാക്കത് മനസ്സിലാക്കാനും നമ്മുടെ ഉമ്മയിലൂടെ അതിനെ പരിഹരിക്കാനും സാധിക്കുമെന്നുള്ളത് ഒരു ഉറപ്പുള്ള കാര്യമാണ്. തീർച്ചയായും. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു വീട്ടിൽ പിന്നെ ഉമ്മ മരിച്ചു പോയി എന്ന് വിചാരിക്കുക. ഉമ്മ മരിച്ചു പോയാൽ ശരിക്ക് പിന്നീട് ആ ഉമ്മക്ക് വലിയ മക്കളൊക്കെ ഉണ്ട്, പേരമക്കൾ ഒരുപാടുണ്ട്, കല്യാണം കഴിഞ്ഞ് എല്ലാവരും വേറെ വീടൊക്കെ വെച്ചു. എങ്കിലും ആ ഉമ്മ ജീവിച്ച ആ ഒരു നമ്മുടെ പിന്നെ നാട്ടിലൊക്കെ മാതിരി പറയുകയാണെങ്കിൽ ആ തറവാട്ട് വീട്ടിലേക്ക് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി നിൽക്കുമ്പോൾ, വല്ല പെരുന്നാളിനും ഞാൻ അല്ലാത്തപ്പോഴോ വിരുന്ന് പോയിട്ട് ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ആ ഉമ്മ അവിടെ ഇല്ലെങ്കിൽ ആ ഉമ്മയുടെ ഒരു സ്പേസ് അത് വല്ലാത്തൊരു വിടവ് തന്നെയാണ്. അത് വേറെ നമുക്ക് ചെല്ലുന്നവർക്കൊക്കെ അത് ഫീൽ ചെയ്യും. ഉമ്മ അവിടെ ഇല്ല എന്നുള്ളത് ചെല്ലുന്നവർക്കൊക്കെ ഫീൽ ചെയ്യും. ആ രൂപത്തിൽ ശരിക്ക് എന്തിനും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്ത് സംഗതിയും നമ്മുടെ മനസ്സിൽ നിന്ന് ശരിക്ക് അവിടെ ഇറക്കി വെച്ച് നമുക്ക് സമാധാനം കണ്ടെത്തേണ്ട ഒരു എന്താ പറയുക, ഒരു അവലംബം തന്നെയാണ് ശരിക്ക് ഒരു മാതാവ് എന്ന് പറഞ്ഞാൽ. തീർച്ചയായും. ഇപ്പോൾ ഇസ്ലാമികപരമായി നോക്കുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബത്തി എന്ന്. ഒരു സ്വഹാബി വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണ്? ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? നിന്റെ ഉമ്മയോട് തന്നെ. 3 പ്രാവശ്യം ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക. 4-മതാണ് പറഞ്ഞത് വാപ്പയോട്. അപ്പോൾ അത് എന്താണ്? ആ ഒരു അവകാശം ഉമ്മക്കുള്ളതാണ്. അത് മക്കളിൽ നിന്ന് കിട്ടേണ്ട കടമയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്, തിരിച്ചും അപ്രകാരം തന്നെയാണ്. എൻ്റെ മക്കളെ വളർത്തുന്നതിൽ, അവർക്ക് കൃത്യമായ ദിശാബോധം നൽകുന്നതിൽ എൻ്റെ ഭർത്താവിനുള്ള പങ്കിനേക്കാൾ എനിക്ക് 1, 2, 3 മുൻപ്, അതല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം, അവരെ വളർത്തുന്നതിലുള്ള പങ്ക് എനിക്കുണ്ടെന്നാണ്. പൊതുവെ എല്ലാ മക്കൾക്കും വാപ്പയേക്കാൾ കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് ഉമ്മയോടായിരിക്കും. വാപ്പയിൽ നിന്ന് കിട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റാനും ഉമ്മയിലൂടെയാണ്, ഉമ്മ വഴിയാണ് അത് വല്ല സോപ്പിട്ട് ചെല്ലുക. അതെ അതെ. ഞാൻ ഇന്നലെ ഒരു കിതാബ് വായിക്കുകയുണ്ടായി. അതിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം ഉണ്ടായി. ഞാനത് ഓർക്കുകയാണ്. ഈ ഉമ്മക്ക് ദൗറുൽ ഉമ്മഹാത്ത് ഫി തർബിയത്തുൽ ഔലാദ് എന്നൊരു വിഷയമാണ് ഞാൻ വായിച്ചത്. ഈ മക്കളെ വളർത്തുന്നതിൽ മാതാക്കൾക്കുള്ള, ഉമ്മമാർക്കുള്ള പങ്ക്. അപ്പം അതിലിങ്ങനെ പറയുന്നിടത്ത് ഈ ഉപ്പയേക്കാൾ കൂടുതൽ പങ്കും അതിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തുന്നതും ഉമ്മമാർ തന്നെയാണ്. അതിൻ്റെ 3 കാരണങ്ങളാണ് കിതാബിൽ പ്രത്യേകമായും പ്രതിപാദിക്കപ്പെടുന്നത്. അതിലൊന്ന്, കൂടുതൽ സമയം, ഉപ്പയേക്കാൾ കൂടുതൽ സമയം മക്കളുമായി ഇടപഴകുന്നത് ഉമ്മയാണ്. കാരണം ഉപ്പ എന്ന് പറയുമ്പോൾ ഇൻഷിഗാലിഹി, അദ്ദേഹത്തിൻ്റെ ശുഗലുകളും ജോലി തിരക്കുകളും മറ്റുമായി പുറത്തായിരിക്കാം. കൂടുതൽ സമയവും മക്കളുടെ കൂടെ ഉമ്മയാണ്. രണ്ടാമത്തത്, ആർദ്രമായ സ്നേഹമുള്ള മനസ്സിൻ്റെ ഉടമകളാണ് സ്ത്രീകൾ, ഉമ്മമാർ. അതുകൊണ്ട് തന്നെ അവർക്കാണൊരു പക്ഷെ കൂടുതൽ ഉപ്പയേക്കാൾ സ്നേഹത്തോടുകൂടി ശാസിക്കാനും ലാളിക്കാനും വാത്സല്യം കാണിക്കാനും തിരുത്താനും കഴിയുക. മൂന്നാമത് പറഞ്ഞത്, ഉമ്മമാർക്കാണ് ഉപ്പമാരെക്കാൾ ക്ഷമയുള്ളത്.
കാരണം ഉറക്കമൊഴിച്ച് മക്കൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ അവരെ പരിചരിക്കാനും ശുശ്രൂഷിക്കാനും ഉമ്മമാരാണ് ക്ഷമ കാണിക്കുക. ക്ഷമിച്ചുകൊണ്ട് സഹനത്തോടുകൂടി അതിലിടപഴകുക. 10 മാസം ഗർഭം ചുമന്ന് അത് തന്നെ ഒരു വലിയ ക്ഷമയാണ്. ഗർഭം ചുമന്ന് പ്രസവ സമയം അതൊക്കെ ഒരു വലിയ ക്ഷമയാണ്. അപ്പോൾ അത്രയും വലിയ ക്ഷമ കൈക്കൊണ്ട ഉമ്മമാർക്ക് തന്നെയാണ് ഉപ്പയേക്കാൾ കൂടുതൽ. ഉപ്പക്ക് അവരുടേതായ ബാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഉമ്മ എന്നുള്ളത് എല്ലാവർക്കും ഒരു വികാരമാണ്. അള്ളാഹു നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല ഉമ്മമാരും ഉപ്പമാരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു അവർക്കൊക്കെ ഖബറിൽ റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ കാലവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാലേ ശരിക്ക് ഇന്നുള്ള കുട്ടികൾ ഈ ഉമ്മയുടെ പറ്റിയുള്ളൊരു ചിന്തയാണ് കേട്ടത്. ഈ ഉമ്മക്ക് മാതാക്കൾക്ക് വേണ്ട പോലുള്ള അവരുടെ വാക്കിനൊരു വിലയും കൽപ്പിക്കാത്ത അവസ്ഥയിലുള്ള പല സാഹചര്യങ്ങളും ക്യാമ്പസുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. കുട്ടിയെ സംബന്ധിച്ചറിഞ്ഞ് ഉമ്മ ഓഫീസിൽ വന്ന് പ്രിൻസിപ്പളുടെ മുമ്പിൽ വന്ന് HMന്റെ മുമ്പിൽ വന്ന് കരയുന്ന അവസ്ഥ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഉമ്മയുടെ പങ്കും ഉമ്മയുടെ ഒരു മഹത്വവും മനസ്സിലാക്കി എന്ത് പ്രയാസമുണ്ടെങ്കിലും ഉമ്മയോട് തുറന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു അവലംബമായി ഉമ്മയെ കാണണം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യില്ല, ഈ നിലക്കുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൂടി ഈ സമയത്ത് ഷെയർ ചെയ്യും.